കൊച്ചി ധനുഷ്കോടി ദേശീയപാത അടിമാലി ടൌണിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം നടത്തി. അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന യോഗം CPM ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും ജനദ്രോഹ നയങ്ങൾക്കെതിരെ അടിമാലി ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. അടിമാലി ടൌണിൽ നിർമ്മാണം നടക്കുന്ന ഡിവൈഡറുകൾ ഇവിടത്തെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയും വ്യാപാരികളെയും സാരമായി ബാധിക്കുമെന്ന് ഉന്നയിച്ചാണ് അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. യോഗം CPM അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. ടൗണിൽ ഒരാൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഡിവൈഡറിൽ നിന്ന് 8 മീറ്റർ ഒരു സൈഡിലേക്ക്, ആ 8 മീറ്ററാണ് റോഡ്. ആ 8 മീറ്റർ റോഡിനകത്ത് 2 വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണം. അങ്ങോട്ട് പോകുമ്പോൾ 2 വാഹനം പാസ് ചെയ്യാം, ഓവർടേക്ക് അടക്കം. അതിന് തൊട്ടുപുറത്ത് ബൈക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത. ആ പാത കഴിഞ്ഞാൽ ഒരു ഓട 1 മീറ്റർ, ആ ഓട കഴിഞ്ഞാൽ 1.5 മീറ്റർ ഫുട്പാത്ത്, പിന്നെ അപ്പുറത്തേക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കുമ്പന്മാറ കഴിഞ്ഞാൽ അവിടെ വണ്ടി നിർത്തും. അടിമാലി ടൗണിൽ വന്ന് അടിമാലിയുടെ മുകളിൽ വണ്ടി നിർത്തിയാൽ അവിടെ നിന്ന് ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റുമോ? കാരണം ഓട്ടോറിക്ഷയ്ക്കോ ഏതെങ്കിലും വാഹനത്തിനോ ഇവിടെ നിർത്താനുള്ള സൗകര്യം ഉണ്ടാവില്ല. യോഗത്തിൽ ഓട്ടോ ടാക്സി വർക്കേഴ്സ് ഏരിയ പ്രസിഡന്റ് PK ബഷീർ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി KH സുൽഫി, നേതാക്കളായ VP മോഹനൻ, PB സജീവ്, PK ബഷീർ, CD ഷാജി, മാത്യു ഫിലിപ്പ്, TK സുദേശ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.